ആ ജോൺസേട്ടന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് വീഡിയോകളൊക്കെ കാണാറുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരു പ്രത്യേകമായ ഒരു ആശയം ഒരു പ്രകടമായി നിൽക്കുന്നുണ്ട്. ഏത് ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജോൺസേട്ടൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അത് നമ്മളൊരു ദൈവ വിശ്വാസിയാണെന്ന്. ദൈവം എന്ന് പറഞ്ഞാൽ നമ്മളെ പിതാവാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരു പിതാവ് മക്കളുടെ താല്പര്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞ ഒരു പിതാവിൻ്റെ കടമയാണ്. എനിക്കൊരു മകനുണ്ടായി മകളുണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇന്നത് വേണമെന്ന് നമ്മൾ പറയാതെ തന്നെ ആ കുട്ടിക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്ര മക്കളുണ്ടെങ്കിലും മക്കൾക്ക് ഇന്നത് വേണമെന്ന് പറയാതെ തന്നെ നമ്മളതെല്ലാം നൽകുകയാണ്. എന്ന് പറഞ്ഞ പോലെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം അദ്ദേഹത്തിൻ്റെ മക്കളുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അത് മുഴുവനും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊരാളോട് സ്നേഹം വരികയാണെങ്കിൽ എന്തുണ്ടാവും? നമ്മളൊരാളുടെ നന്മ ആഗ്രഹിക്കുന്നു. നമുക്കൊരാളോട് വൈരാഗ്യം വെറുപ്പ് വരികയാണെങ്കിലോ നമ്മൾ അറിയാതെ തന്നെ അവരെ നാശം ആഗ്രഹിച്ചു പോകണം. ഒരാളോട് നമുക്ക് അസൂയ ഉണ്ടെങ്കിലോ നമ്മൾ അവരുടെ നന്മ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ അടുത്ത് ഇടപെടുന്ന മേഖലയിൽ മനുഷ്യ മനസ്സുകളുടെ ചിന്തകൾ നമുക്ക് സ്നേഹമായിട്ട് വരികയാണെങ്കിൽ അത്രയും ആളുകളുടെ പ്രാർത്ഥന, അവരൊക്കെ ദൈവത്തിൻ്റെ മക്കളാണല്ലോ, അവരൊക്കെ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നു. ഇടപെടുന്ന മേഖലയിൽ മനുഷ്യ മനസ്സുകളുടെ സ്നേഹം നമുക്ക് അനുകൂലമായി വരികയാണെങ്കിൽ നമ്മൾക്ക് നന്മ ലഭിക്കുകയും ഇടപെടുന്ന മേഖലയിൽ മനുഷ്യ മനസ്സുകളുടെ എന്താ പറയുക ഇഷ്ടക്കേട് എതിർപ്പുകൾ വരികയാണെങ്കിൽ നമ്മൾക്ക് ദോഷം സംഭവിക്കുകയും നമ്മൾ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് നമ്മളൊരു വാക്കിൽ, ഒരു നോട്ടത്തിൽ, ഒരു ഭാവത്തിൽ ഇടപെടുന്ന മേഖലയിൽ മനുഷ്യ മനസ്സിന് സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കാരണം ഓരോ മനുഷ്യന്മാരുടെ ആഗ്രഹങ്ങൾ നമുക്ക് ഈ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രാർത്ഥനകൾ എന്ന് പറയും. നമ്മളൊരു മെഡിക്കൽ ഷോപ്പ് നടത്തവന് എന്താണ് ആഗ്രഹിക്കുന്നത്? അവർക്ക് നല്ല കച്ചവടം കിട്ടണം. ഡോക്ടർ എന്താണ് ആഗ്രഹിക്കുന്നത്? ഒരു വർഷാപ്പുകാരൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഓരോ രാജ്യക്കാർ എന്താണ് ആഗ്രഹിക്കുന്നത്? വ്യത്യസ്ത രാജ്യക്കാർ, വ്യത്യസ്ത മനുഷ്യർ വ്യത്യസ്ത തരത്തിലുള്ള പ്രാർത്ഥനകൾ ഓരോ ദിവസം ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഗ്രഹത്തിന് വേണ്ടിയാണ് അവരെല്ലാവരും ദൈവത്തിൻ്റെ മുന്നിലേക്ക് കുമ്പിട്ട് നിൽക്കുന്നത്. ദൈവം ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോടാനുകോടി ജനങ്ങളുടെ മനസ്സുകളുടെ ചിന്തകൾ, ആഗ്രഹങ്ങളിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ചാണ് ഈ ലോകത്തിൽ മുഴുവൻ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ മനസ്സുകളുടെ ചിന്തകൾ നമുക്ക് അനുകൂലമായി മാറുന്ന തരത്തിലുള്ള രീതിയിൽ എന്നുള്ള പെരുമാറ്റ രീതിയിൽ നമ്മുടെ മാതാപിതാക്കളെടുത്ത്, സഹോദരങ്ങളെടുത്ത് ഇടപെടുന്ന മേഖലയിൽ അങ്ങനെ നമ്മൾ പെരുമാറി പോകണമെങ്കിൽ നമ്മൾക്ക് തടസ്സങ്ങളും ദോഷങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അത് നമുക്ക് എന്ത് ജാതക ദോഷം എതിരാണെങ്കിലും, കൈയിൻ്റെ രേഖ എതിരാണെങ്കിലും, ഏതൊക്കെ ഇത് എതിരാണെങ്കിലും ഇതിനെ മറികടന്ന് പോകാൻ സാധിക്കും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയും കാലം എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് അതിൻ്റെ ഒരു വ്യക്തമായ സന്ദേശമാണ് ഞാൻ എപ്പോഴും പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഏത് വിഷയം ലോകത്തിലെ ലോകരാജ്യങ്ങൾ മുതൽ, സ്പോർട്സ് മുതൽ, രാഷ്ട്രീയം മുതൽ, നമ്മുടെ ഭരണകർത്താക്കളുടെ മാറ്റം വരെ ഇതെല്ലാം സംഭവിക്കുന്നത് മനുഷ്യ മനസ്സുകളുടെ ചിന്തയിൽ വരുന്ന വ്യത്യാസങ്ങളുടെ ഫലമായിട്ടാണ് വിശ്വസിക്കും. അപ്പം നമ്മുടെ ലൈഫിൽ, വ്യക്തി ജീവിതത്തിൽ നമുക്ക് അനുകൂലമാവുന്ന തരത്തിലേക്ക് ഈ മനുഷ്യ ചിന്തേനെ നമ്മൾക്ക് ദോഷമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു തിയറി, ഇതിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം ഇതിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് മക്കളുടെ താല്പര്യം സംരക്ഷിക്കുന്ന പിതാവിൻ്റെ കടമയായതുകൊണ്ട് നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കും. അപ്പം നമ്മുടെ ആഗ്രഹം എന്താണെന്നുള്ളത് വളരെ പ്രധാനമാണെന്ന്. അപ്പം നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക്, എനിക്കും ഞാനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് സമാധാനം ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക, ആർക്കും ഒരു ദോഷമില്ലാതിരിക്കുക. അങ്ങനത്തെ ഒരു അവസരമാണ്. ഞാനുമായി ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും സമാധാനം, സന്തോഷം വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്കും ഒരു സമാധാനം, സന്തോഷം ഉണ്ടാവുന്നു. അതിനനുസരിച്ച് എൻ്റെ അറിവിനനുസരിച്ച് അതിനനുസരിച്ചുള്ള പെരുമാറ്റ രീതികൾ, പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഞാനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് സമാധാനം, സന്തോഷം ഉണ്ടാകുമ്പോൾ എനിക്കും ഒരു സമാധാനം, സന്തോഷം ഉണ്ടാവും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. ഇതാണ് എൻ്റെ യഥാർത്ഥ തിയറി. ഇനി എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം, ഉത്തരം പറയാം. അതായത് ഈ ഒരു തിയറി ഇപ്പോൾ ഈ സമീപകാലത്താണോ കണ്ടുപിടിക്കപ്പെട്ടത്, അതോ വളരെ നാളുകൾക്ക് മുന്നേ തൊട്ട് തന്നെ ഈ തിയറിയായിട്ട് മുന്നോട്ട് പോകും? എൻ്റെ ചെറുപ്പകാലത്ത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മളൊരു മനസാക്ഷിയെ മാറ്റിവെച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രവർത്തികൾ ചെയ്യരുതെന്ന് വിശ്വസിച്ചിരുന്നൊരു ആളാണ്. നമ്മൾ സത്യം, നീതി, ന്യായം, ധർമ്മം എന്ന രീതിയിൽ മുന്നോട്ട് പോയി. പക്ഷേ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ വികാരങ്ങളെ മനസ്സിലാക്കാതെ നമ്മൾ പെരുമാറിപ്പോയാൽ, നമ്മൾ സത്യം ചെയ്താലും ന്യായം ചെയ്താലും ധർമ്മം ചെയ്താലും
ആ വ്യക്തിക്ക് അത് മനസ്സിലായില്ലെങ്കിൽ എന്നതായിരിക്കും. അതായത് നമ്മുടെ അമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്. നമ്മൾ നേരാണ്, സത്യമാണ്, ന്യായമാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സ്വന്തം അമ്മയ്ക്കും നമ്മുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഇരിക്കുന്ന നമ്മൾ ചെയ്യുന്ന സത്യം മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ മനസ്സ് നമുക്ക് എതിരായിട്ട് മാറും. അപ്പൊ ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ അറിവിനനുസരിച്ച് പെരുമാറി പോകണം. അമ്മയുടെ അറിവിനനുസരിച്ച് അമ്മയുടെ അടുത്ത്, ഭാര്യയുടെ അറിവിനനുസരിച്ച് ഭാര്യയുടെ അടുത്ത്, മക്കളുടെ അറിവിനനുസരിച്ച് മക്കളുടെ അടുത്ത്, സഹോദരന്മാരുടെ അറിവിനനുസരിച്ച് സഹോദരന്മാരുടെ അടുത്ത്. പക്ഷെ ഇങ്ങനെ നമ്മൾ പെരുമാറി പോയില്ലെങ്കിൽ ഇവരുടെ മനസ്സുകൾ നമുക്കെതിരായി മാറും. അവരുടെ പ്രാർത്ഥന തന്നെ നമുക്കെതിരായി മാറും. സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും സഹോദരന്മാരെയും ഈ മനസ്സ്, അവരുടെ പ്രാർത്ഥന നമുക്കെതിരെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് കഷ്ടങ്ങൾ, ദുരിതങ്ങൾ, പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ള അറിവ് സമ്പാദിച്ച് നമ്മൾ അവരുടെ അടുത്ത് പെരുമാറി പോകണം. ഇതാണ് അതിന്റെ തിയറി. ഇതൊരു 30 വർഷത്തിന് മുകളിലായിട്ട് ഈ ഒരു ആശയത്തിൽ, തിയറിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ശരി, മറ്റൊരു ചോദ്യം പറയാനുള്ളത്, അതായത് ഇപ്പോ ദൈവികമായിട്ട് പറയുമ്പോൾ ഒരു ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ജനിക്കുമ്പോൾ തന്നെ അയാളുടെ വിധി എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്, അല്ലേ? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല. അപ്പൊ പിന്നെ ജ്യോത്സ്യം മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും വിശ്വാസം ഇല്ല എന്നതിന്റെ അർത്ഥം? അങ്ങനെയല്ല. അതിലൊക്കെ ഈ ചെറിയ ചെറിയ ജ്യോത്സ്യപ്രകാരം ഒരു കാര്യം പറഞ്ഞിട്ട്, ജ്യോത്സ്യപ്രകാരം പറയുമ്പോൾ ഒരു കുട്ടിയുടെ തല പുറത്തേക്ക് വരുന്ന സമയമാണ് ആ ഗ്രഹനില കണക്കിലെടുക്കുന്നത്. അത് പ്രകാരമായിരിക്കും ലൈഫ് മുന്നോട്ട് പോകുന്നത്. അപ്പോ ഇതിനെ ഒരു വെല്ലുവിളിക്കുന്ന രീതിയിലല്ലേ ശരിക്കും പറഞ്ഞാൽ? വെല്ലുവിളിക്കുന്നതല്ലോ, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തിനനുസരിച്ചാണ് നമ്മൾക്ക് അതിന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ വരുന്നത്. കാരണം ഒരു വ്യക്തിക്ക് ചെയ്യുന്ന കർമ്മമുണ്ടെന്ന്, കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കർമ്മത്തിനനുസരിച്ചുള്ള റിട്ടേൺസ് വരുന്നു. നമ്മൾ മനുഷ്യരുടെ ചിന്തയ്ക്കനുസരിച്ച് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും, നമ്മളൊരു പോത്തിനെ തല്ലിക്കൊല്ലുന്നു, ആ തല്ലിക്കൊല്ലുന്ന കാണുന്ന ആളുകളുടെ ഉള്ളിൽ വരുന്നൊരു എഫക്റ്റ് ഉണ്ട്. അവരുടെ ചിന്ത ആ ചിന്തയിൽ വരുന്നൊരു മാറ്റം. അപ്പൊ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിനനുസരിച്ചുള്ള പ്രതിപ്രവർത്തനം സംഭവിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് ഈ ചെയ്യുന്ന കർമ്മം മുന്നിലിരിക്കുന്ന ആളുകൾക്കും കൂടി സ്വീകാര്യമാവുന്ന തരത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് ഞാൻ പറഞ്ഞ ആശയം, ഞാൻ പറയുന്ന തിയറി. ഇതിപ്പോ ഞാനായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ മഹാഭാരതം വായിച്ചിട്ടുണ്ട്, രാമായണം വായിച്ചിട്ടുണ്ട്, ബൈബിൾ വായിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലായ ഒരു സത്യമുണ്ടെന്ന്. അത് ഞാനായിട്ട് പ്രത്യേകിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളതൊന്നല്ലാന്ന്. നമ്മൾ കാലകാലങ്ങളിൽ വായിച്ചിട്ടുള്ള അറിവിൽ നിന്ന്, പിന്നെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ രാഷ്ട്രീയക്കാരെ പഠിക്കുമ്പോൾ, മത നേതാക്കളെ പഠിക്കുമ്പോൾ, മതങ്ങൾ പഠിക്കുമ്പോൾ, രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കുമ്പോൾ, സ്പോർട്സ്, സിനിമ, ഓരോ വിഷയങ്ങളെ പറ്റി പഠിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ ഈ തിയറി, നമ്മൾ ഈ പറയുന്ന ആശയവും തിയറിയും തമ്മിൽ ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് വരുന്നൊരു ശരിയുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ ആൾദൈവങ്ങൾ, ഇപ്പോൾ മാതാ അമൃതാനന്ദമയി, ശ്രീ രവിശങ്കർ, ബാബ, അതുപോലെ തന്നെ മദർ തെരേസ, അതുപോലെ വളരെ പുണ്യാത്മാക്കളായ ആളുകൾ, ഇവരുടെയൊക്കെ ജീവിതങ്ങൾ, വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ, ഗാന്ധിജിയുടെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ ഇവരിലേക്ക് ജനങ്ങളെ ആകർഷിക്കും. അവരുടെ മനുഷ്യ മനസ്സുകളുടെ ചിന്ത ഇവരിലേക്ക് ആകർഷിച്ചു വരുമ്പോഴാണ് അവരിലേക്ക് ശക്തി വരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ രാഷ്ട്രീയക്കാരെ പഠിക്കുമ്പോൾ മനുഷ്യ മനസ്സുകളുടെ ചിന്തകളുടെ ശക്തി എതിര് വരുന്ന കാലഘട്ടത്തിലൊക്കെ അവർക്ക് ദോഷം വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ വർത്തമാന കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും ഇടപെടുന്ന മേഖലയിൽ മനുഷ്യ മനസ്സുകളുടെ ചിന്ത അത് അനുകൂലമായി പ്രതികൂലമായി വരുന്നതിനനുസരിച്ചാണ് ഈ ലോകത്തിലെ മുഴുവൻ സംഭവം നടക്കുന്നത് വിശ്വസിക്കും. അപ്പം നമ്മുടെ ലൈഫിൽ അത് ബാധിക്കാത്ത തരത്തിലേക്ക് മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള തന്ത്രത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. എപ്പോഴും മുന്നിലിരിക്കുന്ന ആളുകളെ അറിഞ്ഞ് പെരുമാറിക്കൊണ്ട് നമ്മൾ പോകണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായുള്ളത്. ശരി, വിശ്വാസം നല്ല രീതിയിൽ ആണെന്ന് ജനങ്ങൾക്ക് ബോധ്യമാവട്ടെ. മാത്രമല്ല ഈ ഒരു ആശയം മറ്റ് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കും. അതുപോലെ തന്നെ ജ്യോത്സ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു കൺസെപ്റ്റ് അത് 100% സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല ജ്യോത്സ്യത്തെ പറ്റിയെങ്കിലും കുറച്ച് അതിൻ്റെ മേഖലകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അനുഭവ സമ്പത്ത് കൊണ്ടും പിന്നെ മറ്റുള്ള പബ്ലിക്കിൻ്റെ ജനങ്ങളിൽ ജ്യോത്സ്യമാക്കിയിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ്, അതിൽ നിന്നുള്ളൊരു വിശകലനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഒരു 100% സത്യമായിട്ടുള്ളൊരു
സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കുണ്ടാവുന്ന ചില വശപ്പശകളാണ് അതിനെ താറുമാറാക്കുന്നത്. അപ്പോ എന്തൊക്കെയായാലും ശരി, ജോൺസേട്ടൻ ജോത്സ്യത്തിൽ വിശ്വസിക്കുന്നു. ഓക്കെ, അത് നല്ല കാര്യം. അങ്ങനെ ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ ഭാഗങ്ങളും നമ്മൾ ഇതിലൊരു പോയിന്റ് കൂടി നമ്മളിപ്പോ ഈ ജ്യോത്സ്യത്തില് നമ്മൾ പറയുമ്പോൾ അതിൽ പല കാലങ്ങളിൽ ദോഷങ്ങൾ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഈ ദോഷകാലം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സുകളുടെ എതിർപ്പുകൾ വന്ന് ഭവിക്കുന്ന സമയമാണ് ഈ ദോഷം. മനുഷ്യ മനസ്സുകളുടെ അനുകൂലമായ മനുഷ്യ മനസ്സുകളുടെ ചിന്തകള് നമ്മൾക്ക് അനുകൂലമാവുന്ന സമയത്താണ് ഈ ഭാഗ്യം വരുന്നത്. അപ്പൊ ഒരു വ്യക്തിയുടെ കർമ്മം, ഇപ്പൊ നമുക്ക് ജയലളിതയ്ക്ക് നല്ല സമയങ്ങൾ ഉണ്ടായിരുന്നു, യോഗം ഭാഗ്യം ഉണ്ടായിരുന്നു. ഈ യോഗം ഭാഗ്യം എല്ലാതും ഉണ്ടായിരുന്ന ജയലളിതയുടെ കർമ്മത്തിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഈ യോഗം ഭാഗ്യം ഒക്കെയുള്ള ജയലളിതയ്ക്ക് ഈ സമ്പത്തോ അധികാരമോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാതെയാണ് ആൾ ഈ ലോകം വിട്ടുപോയത്. അപ്പോ ജ്യോത്സ്യത്തില് ജയലളിതന്റെ എന്തൊക്കെ പറഞ്ഞാലും ചെയ്യുന്ന വ്യക്തിയുടെ കർമ്മം ശരിയായില്ലെങ്കിൽ മാത്രമല്ല, മുന്നിലിരിക്കുന്ന ജനങ്ങളുടെ മനസ്സിലേക്ക് കർമ്മത്തിന് അവർക്ക് നല്ല രീതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിലും ഈ മനുഷ്യ മനസ്സുകളുടെ ചിന്തകൾ എതിരായി വരുമ്പോൾ ഏത് ഗ്രഹനിലയും ഏത് ജ്യോത്സ്യം അനുകൂലമുള്ള ആണെങ്കിലും അതിനെ മറികടക്കാനായിട്ട് മനുഷ്യരുടെ ചിന്തയുടെ ശക്തിക്ക് സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത് ദോഷങ്ങൾ ഉണ്ടാവുന്ന പോലെ തന്നെ ഗുണങ്ങൾ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതാണ് ഇതിന്റെ പോയിന്റ്. ഇവിടെ എനിക്ക് ഒരു കാര്യം ചോദിക്കാം. അതായത് നല്ല അനുകൂലമായിട്ടുള്ള ജാതക ഒരു അവസ്ഥ മനുഷ്യന്റെ സമയത്ത് ഇപ്പൊ ശുഭനായിട്ടിരിക്കുന്ന എല്ലാ ഗ്രഹങ്ങളും ശുഭനായിട്ടിരിക്കുന്നു, നല്ല അനുകൂലമായൊരു അവസ്ഥയിൽ ഒരിക്കലും ദോഷമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കില്ല അവിടെ. അതായത് ദുഷ്ടന്മാരായിട്ടുള്ള സഹവാസം ഉണ്ടാവില്ല, അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ചാടില്ല. ഈ മോശമായിട്ടുള്ള അവസ്ഥകൾ വന്ന് ചേർന്ന് എപ്പോഴാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജാതകപരമായിട്ട് എന്താ പറയുക, ഗ്രഹങ്ങളുടെ ദൃഷ്ടിദോഷങ്ങളും ഒക്കെ സംഭവിക്കുമ്പോഴാണ് ആ ദോഷകരമായുള്ള അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളും അത്തരത്തിലുള്ള സഹവാസങ്ങളാണ് അവിടെ ഉണ്ടാവുക. അതിൽ നിന്നാണ് അവർ അധപതനം സംഭവിക്കുന്നത്. നല്ല ഗ്രഹങ്ങളുടെ സമയത്ത്, നല്ല ദൃഷ്ടിയുള്ള സമയങ്ങളിൽ നല്ല ആളുകൾ വന്ന് ചേരുള്ളൂ, നല്ല ഇടപാടുകളിൽ ചെന്ന് ചാടും. അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു സംശയം ചോദിക്കാനാണ്. ഇപ്പൊ നമ്മള് ഒരേ സമയത്ത് ജനിക്കുന്ന ഇരട്ട പിറന്ന മക്കളുണ്ടെന്ന്. പല മക്കൾക്കും ഒരേ സമയത്ത് ജനിക്കുന്ന ആളുകൾക്ക് രണ്ടാൾക്കും വ്യത്യസ്ത രീതിയിലുള്ള സ്വഭാവങ്ങള് അനുഭവങ്ങള് സംഭവിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മളൊരു വലിയ തറവാട്ടിൽ ഉന്നത കുല ജാതനായ ഒരു വ്യക്തി ജനിക്കുന്ന അതേ സമയത്ത് തന്നെ ഒരു പാവപ്പെട്ട ഒരു ചുമട്ടുതൊഴിലാളിയുടെ മകൻ ജനിക്കുന്ന ആ രണ്ടാൾ ഒരേ സമയത്ത് ജനിക്കുകയാണെങ്കിലും ഈ രണ്ടാളെ ഒരേ കറക്റ്റ് സമയത്ത് സെക്കൻഡിലൊരു അംശം പോലും വ്യത്യാസമില്ല ജനിച്ചു വരുമ്പോഴും ഇവരുടെ രണ്ടാളുടെ ലൈഫ് ഒരുപോലെ ആവാനുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഗ്രഹനിലയും എല്ലാ അർത്ഥത്തിലും വരുമ്പോൾ അപ്പോൾ ഈ ഗ്രഹനില കൊണ്ട് തന്നെ ഇത് സംഭവിക്കുന്നു പറയാൻ പറ്റുമെന്നാണ് ചോദ്യം. അവിടെ ഒരു ചോദ്യമുണ്ട്. അതായത് ഒരു രണ്ടുപേര് ഒരിക്കലും തല പുറത്ത് കാണിക്കില്ല. ഇരട്ട കുട്ടികൾ ജനിക്കും, രണ്ടുപേരും ഒരിക്കലും ഒരേ സമയത്ത് തല പുറത്ത് കാണിക്കില്ല. ഇപ്പൊ അക്ഷാംശ രേഖാംശ വെച്ച് ആ ഒരു സ്ഥലത്ത് ജനിക്കുമ്പോൾ ആദ്യത്തെ ഒരു കുട്ടി വന്നിട്ട് നിമിഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ അതിനുള്ള ഒരു സ്ഥാനഭ്രംശം സമയഭ്രംശം സംഭവിക്കുന്നുണ്ട്. അതൊരു കാര്യം. പിന്നെ നേരത്തെ രണ്ടാമത് പറഞ്ഞ പോയിന്റ്, ഇപ്പൊ നമ്മളൊരു ഉന്നത കുല ജാത ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി 9:45 ജനിക്കുന്നു. അതേ ഇത് തന്നെ ഒരു ചുമട്ടു തൊഴിലാളിയുടെ മകൻ 9:45 അതേ സെയിം ഇതിൽ ജനിക്കുന്നു. ഇവർ രണ്ടാളുടെ ജാതകം ഒരേ സെയിം സമയത്ത് വരുന്ന ജാതകമാണെങ്കിൽ അവരുടെ ലൈഫിൽ രണ്ടും ഒരുപോലെ ആവും നമുക്ക് പറയാൻ പറ്റില്ല. അതിന് പ്രധാനമായിട്ട് അതിന്റെ ഒരു കാരണം ഞാൻ പറയാം. എന്റെ അറിവ് പ്രകാരം പറയുന്നത്, നമ്മൾ ഒരു കുടുംബത്തിൽ ജനിക്കുമ്പോൾ നമ്മളുടെ ലൈഫിലേക്ക് അവരുടെ പല പകർച്ചകളുണ്ടാവും. നമ്മളുടെ പിതൃക്കളുടെ, നമ്മളുടെ മുൻ ആൻസെസ്റ്റേഴ്സ്, മുൻ തലമുറക്കാരുടെ, അവരുടെയൊക്കെ ആ പകർപ്പുകൾ നമ്മളുടെ ആ കുട്ടിയിൽ വന്ന് ചേരുന്നുണ്ട്. അതും അതുപോലെ തന്നെ ജനിക്കുന്ന സമയത്തുള്ള കുട്ടിയുടെ അവസ്ഥകളും ഈ കുട്ടിയിലേക്ക് പൂർവികമായിട്ട് വന്ന് ചേർന്നിട്ടുള്ള ഒരു ആത്മാവുണ്ടായിരിക്കും. അതായത് ഇതൊക്കെ ആത്മാവിന്റെ, നമ്മൾ വസ്ത്രം മാറിലാണ് നമ്മളുടെ ദേഹം എന്ന് പറയുന്നത്. അതായത് ഒന്ന് ചേരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു കുട്ടിയിലേക്ക് വരുന്ന ഒരു ആത്മാവായിരിക്കില്ല വേറെ കുട്ടിയിലേക്ക് വരിക. അപ്പൊ അതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ എല്ലാത്തിന്റെയും ഒരു ആകത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഉന്നത കുല ജാതനായിട്ടുള്ള ഒരു കോടീശ്വരന്റെ വീട്ടിലും
പട്ടിണി പാവങ്ങൾ വീട്ടിൽ ജനിക്കുന്ന ഓരോ സമയത്തിന് കുട്ടികളിൽ ആ വ്യത്യാസം കാണാനുള്ള കാരണം അതാണ്. അതായത് ഈ രണ്ട് കാര്യങ്ങൾ അതിൽ പഠന വിഷയമാണ്. ഒന്ന് നമ്മളുടെ അതൊക്കെ അപ്പൊ ഒരു സംശയം അല്ല. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഈ ഗ്രഹനിലയും ഈ നമ്മുടെ നാളും സമയം എല്ലാം ഒന്നായാലും മറ്റു ഘടകങ്ങൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അല്ലേ? ഉറപ്പല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ തിയറിയിലേക്കാണ് എത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു മനുഷ്യ മനസ്സുകളുടെ ചിന്ത. അപ്പൊ ഒരു സാമ്പത്തികമായിട്ട് ഉന്നത ലെവലിൽ നിൽക്കുന്ന കുടുംബം നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മനുഷ്യ മനസ്സുകളുടെ ചിന്തയുടെ ശക്തി അതൊരു 1000 ആളുടെ ഒരു ശക്തി ഉണ്ടായിരിക്കാം. നേരെ മറിച്ച് ഒരു സാധാരണ ഒരു വ്യക്തിക്കാണെങ്കിൽ വെറും 100 ആളുടെ ബലം ഉണ്ടാവുള്ളൂ. ഒരു 1000 ആളുടെ ശക്തിയുള്ള ഒരു വ്യക്തിയുടെ മകന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന്. ആ ബെനിഫിറ്റ് ഒരിക്കലും എന്ത് കിട്ടുന്നില്ല, 10 ആളുടെ ബലമുള്ള വ്യക്തിയുടെ ഇത് കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഞാൻ പറയുന്ന തിയറിയില് ആ മനുഷ്യ മനസ്സുകളുടെ ചിന്തയുടെ ശക്തിക്ക് അനുസൃതമായിട്ടാണ് ഈ സംഭവങ്ങൾ നടക്കുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു വന്നപ്പോഴും അതിലും തെളിഞ്ഞു വരുന്ന അങ്ങനെ തന്നെയാണ്. അല്ല, ഇതില് എന്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പൂർവികമായിട്ടുള്ള ചില സംഭവങ്ങൾ അതിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അതിന്റെയും എല്ലാത്തിൻ്റെ ഒരു ആകത്തുകയായിട്ടാണ് നമ്മൾ പിന്നോടുള്ള ജീവിതം. ഇത് കറക്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയി നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മളൊരു മമ്മൂട്ടിയുടെ മകന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഒരു സാധാരണ ഒരു വ്യക്തിയുടെ മകന് കിട്ടുന്നില്ല. കാരണം മമ്മൂട്ടിക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിന്റെ ശക്തിയാണുള്ളത്. അത്രയും ശക്തമാനായ ഒരു വ്യക്തിയുടെ മകനായിട്ടാണ് മമ്മൂട്ടിയുടെ മകൻ വരുന്നത്. സാധാരണക്കാരനായ സാധാരണ ഒരു മനുഷ്യൻ ജനിച്ചു വരുമ്പോഴോ അവന് ആ ഒരു ഏറിയ 5-10 ആളുടെ ഒരു ശക്തി ഉണ്ടാവാണ്, മനസ്സിന്റെ ബലം. അപ്പൊ ഇപ്പോഴും അതങ്ങനെ ജനിച്ചു വരണമെങ്കിൽ ഈ മനുഷ്യന്റെ ചിന്തയുടെ ശക്തി തന്നെയാണ് അവിടെയും ഇതിൽ വരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്രേ എന്ത് ജാതക ദോഷം അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നമാണെങ്കിലും മനുഷ്യ മനസ്സുകളുടെ ചിന്ത, ആ ചിന്തയുടെ ശക്തിയുടെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ടെസ്റ്റിംഗ് കൊണ്ട് എന്ത് ദോഷത്തിനെയും മാറ്റിമറിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തിന് ഉടമയാണ് ഞാൻ. ഇതാണ് എൻ്റെ തിയറി. ജോൺസന്റെ വിശ്വാസം നല്ലതാണ്, അത് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ജ്യോത്സ്യത്തെ ബഹുമാനിക്കും. ഞാൻ അതിനെ എതിർക്കുന്നില്ല. ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ് അത് എപ്പോഴും സാധാരണമാണ്. ഒപ്പം തന്നെ സ്വന്തം ആശയങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ആ ഒരു ഉത്സാഹം അത് നിലനിർത്തുക. നമ്മള് ഇവിടെ കടയില് ഏത് നാളുകാർ, ഏതൊക്കെ ദോഷമുള്ള ആളുകൾ, ഏതൊക്കെ തരത്തിലുള്ള ആളുകൾ വന്നാലും നമ്മൾ അവരുടെ ഇത്ര പോയിന്റ് അവർക്ക് പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവർക്ക് ഇന്ന മാതിരിയുള്ള എന്താ പറയാ ഇനി ഇടപെടുന്ന മേഖലയിൽ മനുഷ്യ മനസ്സുകളുടെ ചിന്ത എതിരാവാതെ അനുകൂലമാക്കി മാറ്റുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ദോഷങ്ങളെല്ലാം മാറിപ്പോവും എന്ന് ഞാൻ അവർ പറഞ്ഞ് ഉപദേശിച്ച് അവർ വിടാറുണ്ട്. അത് തുടർന്നുകൊണ്ടേ ഇരിക്കുക. എന്തായാലും ഇനിയും നമുക്ക് സംസാരം തുടരാം. ഇടയ്ക്ക് ഒഴിവുള്ള സമയത്ത് വരണം. വളരെ സന്തോഷം കേട്ടാ. ശരി.